മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയ്കുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിയമപാഠത്തിൽ നമ്മളിന്ന് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. IT ആക്ട് 2000 പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ വിവര സാങ്കേതിക ലോകത്ത് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ നിയമം വളരെ പ്രസക്തമാണ്. ഇൻ്റർനെറ്റും മൊബൈൽ ഫോണുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കഴിയുന്നതും അപരിചിതരുമായി ചാറ്റ് ചെയ്യുന്നതും മെയിലുകൾക്ക് മറുപടി നൽകുന്നതും ഒഴിവാക്കുക. ഈ ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. സ്ത്രീകളുടെ പേരിൽ മെയിൽ അയക്കുന്നത് പുരുഷനാകാം, പുരുഷൻ്റെ പേരിൽ സ്ത്രീയുമാകാം. ചാറ്റിങ്ങിലൂടെ പരിചയപ്പെടുന്നവരോട് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു കാരണവശാലും വെളിപ്പെടുത്തരുത്. യാതൊരു കാരണവശാലും നിങ്ങളുടെ ഫോട്ടോ അയക്കുകയോ മുതിർന്നവരെ അറിയിക്കാതെ ആരെയെങ്കിലും നേരിൽ കാണുവാൻ ശ്രമിക്കുകയോ കുട്ടികൾ ചെയ്യുവാൻ പാടുള്ളതല്ല. വൃത്തികെട്ടതും അശ്ലീലം നിറഞ്ഞതുമായ സന്ദേശങ്ങൾ, ഭീഷണിപ്പെടുന്ന സന്ദേശങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന അനാവശ്യമെന്ന് തോന്നുന്ന ഒരു സന്ദേശങ്ങൾക്കും മറുപടി അയക്കരുത്. ഇവ ആവർത്തിച്ചാൽ കുട്ടികളാണെങ്കിൽ മുതിർന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മുതിർന്നവർ അത് സൈബർ സെല്ലിനെ അറിയിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് അനുവാദം കൂടാതെ ആരുടെയും ഫോട്ടോ എടുക്കുവാൻ പാടില്ല. അത് മറ്റൊരാളുടെ സ്വകാര്യതയുടെ മേലുള്ള ലംഘനമാണ്. അശ്ലീല ചിത്രങ്ങൾ, വാചകങ്ങൾ തുടങ്ങിയവ മെസ്സേജായി അയക്കുകയോ അത് സ്വീകരിക്കുകയോ ചെയ്യരുത്. അശ്ലീല സന്ദേശങ്ങൾ, ഫോട്ടോകൾ മുതലായ അയക്കുന്നവർക്ക് IT നിയമപ്രകാരം 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. അപരിചിതരുടെ മെസ്സേജുകൾക്ക് മറുപടി അയക്കാതിരിക്കുക. ചാറ്റ് ചെയ്യുമ്പോൾ ലഭിച്ചതോ ആരുടെയെങ്കിലും പ്രൊഫൈലിൽ കാണുന്നതോ ആയ അപരിചിതരുടെ നമ്പറുകളിൽ വിളിക്കരുത്. കോപ്പിറൈറ്റുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ മോഷ്ടിക്കരുത്. ഇൻ്റർനെറ്റിൽ കയറി അത് പകർത്തുവാൻ ശ്രമിക്കുന്നത് മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും അടുത്ത് റിലീസായ ദൃശ്യം സിനിമ ഇൻ്റർനെറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്തതിൻ്റെ പേരിൽ ഒരു +2 വിദ്യാർത്ഥി അറസ്റ്റിലായ കാര്യം ഓർമ്മിക്കുക. ഇൻ്റർനെറ്റിലുള്ള ലേഖനങ്ങളും മറ്റും പകർത്തി അവ നിങ്ങൾ രചിച്ചതാണെന്ന മട്ടിൽ ഉപയോഗിക്കരുത്. ഒരു പുസ്തകത്തിൻ്റെയോ മാസികയിലെയോ ലേഖനത്തിൻ്റെ ഉടമസ്ഥത നിങ്ങൾ കൈവശപ്പെടുത്തുന്നത് പോലെയാണത്. നിങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടേക്കാം. ഇൻ്റർനെറ്റിൽ നിന്നും പ്രോഗ്രാമുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ വൈറസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ചില പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടറുകളെ നശിപ്പിക്കുവാൻ ശേഷിയുള്ള വൈറസുകൾ ഉള്ളതായിരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കർശനമായി നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികളുടെ നന്മയ്ക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആശുപത്രികൾ, മീറ്റിംഗ് ഹാളുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. പൊതുജനത്തിന് ശല്യമുണ്ടാക്കുന്ന തരത്തിൽ ഉച്ചത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ നിങ്ങൾ ശിക്ഷാർഹനാണ് എന്നുള്ള കാര്യം മറക്കരുത്. ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മറ്റാരെയും ശല്യപ്പെടുത്താത്ത ഒഴിഞ്ഞ സ്ഥലത്ത് പോയി സംസാരിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ആരുടെയെങ്കിലും ഫോട്ടോ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അനുവാദം വാങ്ങിയിട്ട് മാത്രമേ അപ്രകാരം ചെയ്യാവുള്ളൂ. മൊബൈൽ ഫോണിന് ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കി വെക്കരുത്. ഫോണിലെ വിവരങ്ങൾ ചോർത്തപ്പെടാനും അശ്ലീല അനാവശ്യ സന്ദേശങ്ങളും ചിത്രങ്ങളും ലഭിച്ചേക്കാനും സാധ്യതയുണ്ട്. കമ്പനികൾ അധികാരപ്പെടുത്തിയിട്ടുള്ള സർവീസിംഗ് സെൻറ്ററുകളിൽ മാത്രമേ ഫോൺ സർവീസിങ്ങിന് നൽകാവൂ. അല്ലെങ്കിൽ അതിലെ വിവരങ്ങൾ ചോർത്തി ദുരുപയോഗപ്പെടുത്തിയേക്കാം. വളരെ വിശാലമായ ഒരു ലോകം വിവര സാങ്കേതിക വിദ്യ നമുക്ക് തുറന്നു തരുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മളിലേക്ക് എത്തിച്ചിരുന്ന അപകടങ്ങളും ചതിക്കുഴികളും മനസ്സിലാക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വിമലയും ഇനി നമ്മുടെ മുമ്പിൽ ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ മാന്യനായ ഒരു ചെറുപ്പക്കാരനും നമ്മുടെ ഇടയിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ. നിയമപാഠം ഇന്നിവിടെ സമാപിക്കുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. നിങ്ങളിതുവരെ കേട്ടത് നിയമപാഠം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബെക്സൻ ഏലിയാസ്.